ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കണം. കുറേ ആയി പൂരി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ പിന്നെ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു കേട്ടോ. മുട്ട പുഴുങ്ങുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട വേവണ സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോവില്ല കേട്ടോ. അത് കഴിഞ്ഞ് മുട്ട വേവിക്കാനൊക്കെ വെച്ചിട്ട് ഞാൻ പൂരിയുടെ മാവ് കുഴച്ച് വയ്ക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഞാൻ 2 കപ്പ് പൊടിക്കാട്ടോ പൂരി മാവ് ഉണ്ടാക്കണത്. നമ്മൾ പൂരിമാവിൻ്റെ ഇത് മിക്സ് കുഴയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റവയും കുറച്ച് ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂരി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാവെല്ലാം കുഴച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോഴേക്കും അമ്മൂന് മദ്രസയിൽ പോകാനൊക്കെ സമയമായിരുന്നു കേട്ടോ. ഒരാഴ്ചയായിട്ട് മദ്രസയിൽ പോകാത്ത ഇന്ന് ഭയങ്കര മടിയായിരുന്നു രാവിലെ എഴുന്നേക്കാൻ റെഡി ആവാനൊക്കെ കേട്ടോ. എന്നാലും മദ്രസയിൽ വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മൂന് ഇന്ന് സ്കൂളിൽ ലഞ്ചിന് നമ്മുടെ ബിരിയാണി റൈസ് വെച്ചിട്ട് ചുമ്മാ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാമെന്നാട്ടോ വിചാരിച്ചേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഏത് വെജിറ്റബിൾസ് ഇട്ടാലും അങ്ങോട്ട് പൊക്കോളും. അല്ലാതെ കുറച്ച് വെജിറ്റബിൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ തീരെ മടിയാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സവോള ഒന്ന് വാട്ടിയെടുത്തു. അതുകൊണ്ട് കുറച്ച് ബീൻസും ക്യാരറ്റും കൂടി റോസ്റ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിയൊക്കെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ വേവിച്ചെടുത്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സവോളയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറണവരെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി കൂടി ചേർത്തിട്ട് ഒരു ചെറിയ തക്കാളി മതി, അത് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മുട്ടക്കറി നീ ഇപ്പോൾ സ്കൂളിൽ പോകാൻ റെഡിയാക്കി. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുട്ട ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തേങ്ങ അരച്ചത് കൊണ്ടും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൊണ്ടും തൂവി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഓഫാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഇനി പൂരിയെല്ലാം നല്ലപോലെ പത്തിരി പ്രസ് ചെയ്ത് നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ലിച്ചു വന്ന് പത്തിരി പ്രസ്സിൽ അവക്ക് കൊടുത്ത് ചെറിയ ബോള് പ്രസ് ചെയ്യാനൊക്കെ ഇടയ്ക്ക് അവിടെ നടക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൂരി എല്ലാം പൊരിച്ച് വെച്ചു. അപ്പോഴേക്കും അമ്മു റെഡി ആയിട്ട് വന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മൂന് കഴിക്കാൻ വേണ്ടിയിട്ട് പൂരി മുട്ടക്കറിയൊക്കെ കൊടുത്തു. ഒരാഴ്ചയും കൊണ്ട് സ്കൂളിലൊന്നും പോകാത്ത കാരണം ഒന്നും കൂടി ഭയങ്കര സ്ലോ ആയിട്ടോ. പൊതുവേ സ്ലോ ആണ്, അതിൻ്റെ കൂടെ ഒന്നും കൂടി സ്ലോ ആയി. അല്ലെങ്കിൽ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ. അവൾ ഫുഡ് കഴിക്കാൻ പോയ സമയം കൊണ്ട് ഞാനെല്ലാം ലഞ്ചെല്ലാം പാക്ക് ചെയ്തു കേട്ടോ. ലഞ്ചിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. വേറെ ഒന്നും വച്ചില്ല, ചിക്കനൊന്നും ഇരിക്കണില്ലായിരുന്നു, അതുകൊണ്ട് അത് മാത്രം വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അവൾ ക്ലാസ്സിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ലിച്ചുവിനെ എന്നാൽ റെഡിയാക്കി നഴ്സറിയിൽ വിടാമെന്ന് വിചാരിച്ചപ്പോൾ ലിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിഞ്ഞ് കുളിപ്പിച്ച് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ലിച്ചുവിന് ചെറിയൊരു പനി പോലെ പിന്നെ. അതുകൊണ്ട് ലിച്ചുവിനെ നഴ്സറിയിൽ വിട്ടില്ല കേട്ടോ.